കരുവന്നൂർ ബാങ്കുമായി ബന്ധപ്പെട്ട കേസിൽ സിപിഐഎമ്മിനെയും പാർട്ടിയുടെ സമുന്നത നേതാക്കളെയും വേട്ടയാടാനുള്ള ഇഡി നീക്കം ജനാധിപത്യ മര്യാദ ലംഘിക്കുകയാണെന്ന് സിപിഐഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ്. കെ രാധാകൃഷ്ണൻ എം പി, എ.സി. മൊയ്തീൻ, എം.എം. വർഗീസ് എന്നിവരെ രാഷ്ട്രീയമായ ഗൂഢലക്ഷ്യത്തോടെയാണ് പ്രതിപട്ടികയിൽ ചേർത്തിട്ടുള്ളത്. രാഷ്ട്രീയമായും നിയമപരമായും കള്ളക്കേസുകളെ നേരിടുമെന്നും സംസ്ഥാന സെക്രട്ടേറിയറ്റ് പ്രസ്താവനയിൽ പറഞ്ഞു. സമഗ്ര വിവരങ്ങൾ ഷീജ നൽകും. തീർച്ചയായും സിപിഐഎം കേന്ദ്ര കമ്മിറ്റി അംഗം കെ രാധാകൃഷ്ണൻ എം പി, അതോടൊപ്പം തന്നെ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ എ.സി. മൊയ്തീൻ, എം.എം. വർഗീസ് എന്നിവരെ രാഷ്ട്രീയമായ ഗൂഢലക്ഷ്യത്തോടെയാണ് ഈ പ്രതിപട്ടികയിൽ ചേർത്തിട്ടുള്ളത് എന്നുള്ളത് തന്നെയാണ് സിപിഐഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് പ്രസ്താവനയിൽ വ്യക്തമാക്കുന്നത്. പാർട്ടി ജില്ലാ സെക്രട്ടറിമാരായിരുന്ന ഇവർ കരുവന്നൂർ ബാങ്കിലെ അഴിമതിക്കാരെ പുറത്തു കൊണ്ടുവരാനും അതോടൊപ്പം തന്നെ ബാങ്കിനെ രക്ഷിക്കാനും ആണ് ഇവർ ശ്രമിച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഇവർക്കെതിരായ കേസ് അത് കോടതിയിൽ തള്ളിപ്പോകുമെന്ന് ഉറപ്പാണെന്നിരിക്കെയാണ് RSSന്റെ താല്പര്യം സംരക്ഷിച്ചുകൊണ്ട് പാർട്ടിയെയും നേതാക്കളെയും അധിക്ഷേപിക്കാനുള്ള ഈ ഒരു നീക്കം അതിന്റെ ഭാഗമായിട്ടാണ് അവരെ പ്രതിപട്ടികയിൽ ചേർത്തതെന്നും സിപിഐഎം പ്രസ്താവനയിൽ വ്യക്തമാക്കുന്നു. ഏതായാലും ഇഡിയുടെ ഈ നീക്കം അത് തീക്കളിയാണ് എന്നുള്ള ഓർമ്മ വേണമെന്നും പറയുന്നു. രാഷ്ട്രീയ താല്പര്യങ്ങളോടൊപ്പം തന്നെ സംസ്ഥാന വിജിലൻസ് ഇഡി ഉദ്യോഗസ്ഥരുടെ അഴിമതി കയ്യൊപ്പോട് പിടികൂടിയതിന്റെ ജാള്യതയും വിരോധവും ഈ കുറ്റപത്രത്തിന്റെ സമർപ്പണത്തിൽ, ഇത്ര ധൃതിപ്പെട്ടുള്ള സമർപ്പണത്തിൽ കാണാൻ സാധിക്കുന്നുണ്ട് എന്നുള്ള കാര്യം കൂടിയാണ് വ്യക്തമാക്കുന്നത്. ഏതായാലും കേസുകൾ ഒതുക്കി തീർക്കുവാൻ വേണ്ടി കൈക്കൂലി വാങ്ങുന്നതിന് നേതൃത്വം നൽകുന്നത് ഇഡിയുടെ ഉന്നത ഉദ്യോഗസ്ഥരാണെന്ന് വിജിലൻസ് കണ്ടെത്തിയിട്ടുണ്ട്. ഇഡി നടത്തിക്കൊണ്ടിരിക്കുന്ന എല്ലാ തരത്തിലുള്ള അനധികൃത ഇടപെടലും അത് ഫെഡറലിസത്തിന് തന്നെ വെല്ലുവിളിയാണെന്ന് കഴിഞ്ഞ ദിവസമാണ് സുപ്രീം കോടതി പോലും പറഞ്ഞിട്ടുള്ളത് എന്നുള്ള കാര്യം കൂടി ഓർമ്മിപ്പിക്കുന്നു. ഏതായാലും നിലവിൽ ഇപ്പോൾ നടത്തിയിട്ടുള്ള ഈ ഒരു കുറ്റപത്ര സമർപ്പണവുമായി ബന്ധപ്പെട്ട് അത് കൃത്യമായിട്ടുള്ള രാഷ്ട്രീയ വൈരാഗ്യം തീർക്കൽ തന്നെയാണ്. ഏതായാലും ഈ വിഷയത്തെ രാഷ്ട്രീയമായും നിയമപരമായും കള്ളക്കേസുകളെ നേരിടും എന്നുള്ള കാര്യം കൂടി വ്യക്തമാക്കിക്കൊണ്ടാണ് സിപിഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് പ്രസ്താവനയിൽ കാര്യങ്ങൾ വിശദീകരിക്കുന്നത്. ശരി, നിയമപരമായി നേരിടുമെന്നുള്ള പ്രതികരണം സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റേതായി വരുമ്പോൾ വർഷ പ്രേക്ഷകരൊക്കെയും ആ വിഷയത്തിൽ അങ്ങനെ തന്നെയാണ് പ്രതികരിക്കുന്നത്.